ഹായ് മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ടെല ക്ലാസിൻ്റെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈശാഖ് സാർ. മക്കളെ, നമ്മൾ നമ്മുടെ കെമിസ്ട്രിയുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി പഠിച്ചു, സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചു, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമ്മളിനി നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് നീങ്ങുന്നു. ഏതാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. ഇതാണ് നമ്മുടെ 4ാമത്തെ പാഠം. അപ്പോൾ ആദ്യത്തെ 3 പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മക്കൾക്ക് നല്ലപോലെ മനസ്സിലായില്ലേ? ആ കൺസെപ്റ്റുകളെല്ലാം നല്ല ക്ലിയർ അല്ലേ? എങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് നേരെ 4ാമത്തെ പാഠത്തിലോട്ട് കിടക്കാം. എന്താണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളതെന്ന് ആ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെയുണ്ട്. എന്താ? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. സോ തീർച്ചയായിട്ടും നമ്മൾ കെമിക്കൽ ബോണ്ടുകളെ പറ്റിയും മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ബോണ്ടെന്ന് നമ്മൾ അറിയണം. മോളിക്യൂൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം ഇല്ലേ? എന്താ ഒരു മോളിക്യൂള്? ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ഓർ ഡിഫറെന്റ് എലമെന്റ്സ് കമ്പൈൻ ഇൻ ഫിക്സഡ് റേഷ്യോ ടു ഗീവ് മോളിക്യൂൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരേ എലമെന്റിന്റെയോ വ്യത്യസ്ത എലമെന്റുകളുടെയോ ആറ്റങ്ങൾ കൃത്യമായ റേഷ്യോയിൽ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് മോളിക്യൂളുകളെ കിട്ടും എന്നുള്ള കാര്യവും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇല്ലേ? എങ്കിൽ ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ അത്യാവശ്യം എളുപ്പമുള്ള ഒരു പാഠമാണിത്. ഇവിടെ നിന്നുള്ള മാർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഒരിത്തിരി ലെങ്തി ആയുള്ള ചാപ്റ്ററാണ്, കുറച്ച് കണ്ടന്റുകൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്, പക്ഷേ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനെ 2 സെക്ഷനുകളായിട്ട് തരംതിരിക്കാം മക്കളെ. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു സെക്ഷനും മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന രണ്ടാമതൊരു സെക്ഷനുമായിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ വ്യത്യസ്ത തരം കെമിക്കൽ ബോണ്ടുകളെ പറ്റി, അവരെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഒരു മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നും അവിടെ ആ ഒരു മോളിക്യൂളിനകത്ത് ആറ്റങ്ങളെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. മക്കളെ, ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിനെ പറ്റിയാണ്. എന്താണ് ഒരു കെമിക്കൽ ബോണ്ട് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് നീങ്ങാം. ആദ്യമേ ഒരു കാര്യം നോക്കിക്കേ. ആറ്റംസ് ആർ ജനറലി നോട്ട് കേപ്പബിൾ ഓഫ് ഫ്രീ എക്സിസ്റ്റൻസ് ബട്ട് ഗ്രൂപ്പ്സ് ഓഫ് ആറ്റംസ് ഓഫ് ദി സെയിം ഓർ ഡിഫറെന്റ് എലമെന്റ് എക്സിസ്റ്റ് ആസ് വൺ സ്പീഷീസ്. എക്സാമ്പിൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ് എക്സെട്ര. മക്കളെ, പൊതുവേ നമ്മൾ നോക്കുവാണെങ്കിൽ ഒട്ടുമിക്ക ആറ്റങ്ങൾക്കും ഫ്രീ എക്സിസ്റ്റൻസ് ഇല്ല. അതായത് തനിയെ നിൽക്കാനുള്ള കഴിവില്ല. ഓക്കെ, അങ്ങനെ ഫ്രീ എക്സിസ്റ്റൻസ് ഉള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ സാർ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഒട്ടുമിക്ക ആറ്റങ്ങൾക്കും, അതായത് നമ്മൾ 18ാമത്തെ ഗ്രൂപ്പിലെ ചില എലമെന്റുകളെയും മറ്റ് ചില ആളുകളെയും നോക്കുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയുള്ള ഒരു ആറ്റത്തിനും എന്തില്ല? ഫ്രീ എക്സിസ്റ്റൻസ് ഇല്ല. അവരെ നാച്ചുറലി തന്നെ നമ്മൾ കാണപ്പെടുന്നത് പലതരം കമ്പൈൻഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ബട്ട് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ് ഓർ ഡിഫറെന്റ് എലമെന്റ് എക്സിസ്റ്റ് ആസ് വൺ സ്പീഷീസ്. അപ്പം ഒരു കൂട്ടം ആറ്റങ്ങൾ, ഒരേ എലമെന്റിന്റെയോ വ്യത്യസ്ത എലമെന്റിന്റെയോ ഒരു കൂട്ടം ആറ്റങ്ങൾ കൂടിച്ചേർന്നിരിക്കാറുണ്ട്, ഒരുമിച്ചിരിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ് തുടങ്ങിയ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചോ മക്കളെ. എ ഫോഴ്സ് വെൻ ആക്ട്സ് ബിറ്റ്വീൻ 2 or more atoms to hold them together as a stable molecule, the bond thus formed is called chemical bond. ഓക്കെ മക്കളെ, എന്താന്ന് പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ഇങ്ങനെ ആറ്റങ്ങൾ, വ്യത്യസ്ത എലമെന്റിന്റെയോ ഒരേ എലമെന്റിന്റെയോ ആറ്റങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കിടയിൽ എന്ത് വേണം? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വേണം, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മളൊരു ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബോണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഒരു ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. എങ്കിൽ നോക്കിക്കോ. എ ഫോഴ്സ് വെൻ ആക്ട്സ് ബിറ്റ്വീൻ 2 or more atoms to hold them together as a stable molecule. 2 അതിലധികമോ ആറ്റത്തിനെ കൂട്ടിച്ചേർത്ത് അവരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾ ആയിട്ട് പിടിച്ചു നിർത്തണമെങ്കിൽ അവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആവശ്യമില്ലേ? ആ ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്.
ഓക്കെ, രണ്ടാളുകൾക്കിടയിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കെമിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കാം നമുക്ക്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 or more atoms ഇൻവോൾവിംഗ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് എമോങ് ദം. ഇനി എങ്ങനെയാണ് ഈ ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്? അവർക്കിടയിൽ രണ്ടോ അതിലധികമോ ആറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോണിന്റെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ്. ഇലക്ട്രോണിന്റെ ചില അറേഞ്ച്മെന്റിൽ വ്യത്യാസങ്ങൾ നടക്കുന്നു. ഇലക്ട്രോണിനെ വാങ്ങുന്നു, വിട്ടുകൊടുക്കുന്നു, ഷെയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ഇവർക്കിടയിൽ ഈ പറയുന്ന അട്രാക്ഷൻ അല്ലെങ്കിൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. ദിസ് പ്രോസസ് ഈസ് അക്കംപനീഡ് ബൈ ഡിക്രീസ് ഇൻ എനർജി. അത് ശ്രദ്ധിക്കുക മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. രണ്ടാളുകൾക്കിടയിൽ ഒരു അട്രാക്ഷൻ ഫോം ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യപ്പെടും? എനർജി റിലീസ് ചെയ്യപ്പെടും. ഒരു കാര്യം സാറ് പറഞ്ഞുതരാം. ഇപ്പൊ എ ബി എന്ന് പറയുന്ന രണ്ടാളുകൾ ഉണ്ടെന്നിരിക്കട്ടെ, എ ബി എന്ന് പറയുന്ന രണ്ടാളുകൾ ഉണ്ടെന്നിരിക്കട്ടെ. എങ്കിൽ ഈ എക്കും ബിക്കും ഇടയിൽ ഉള്ള അട്രാക്ഷനെ നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങോട്ട് എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, രണ്ടാളുകൾക്കിടയിലുള്ള അട്രാക്ഷനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങോട്ട് എനർജി കൊടുക്കേണ്ടി വരും. എങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ, എക്കും ബിക്കും ഇടയിൽ പുതുതായി ഒരു അട്രാക്ഷൻ ഫോം ചെയ്യണമെങ്കിൽ, പുതിയൊരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി, അപ്പൊ രണ്ടാളുകൾക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കണ്ടേ? എനർജി അതിലോട്ട് കൊടുക്കുമല്ലേ വേണ്ടത്? എങ്കിൽ രണ്ടാളുകൾക്കിടയിൽ പുതുതായി ഒരു അട്രാക്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് എനർജി അവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നു, എനർജി ഡിക്രീസ് ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. This process is accompanied by decrease in energy. അതായത് രണ്ടാളുകൾക്കിടയിൽ പുതിയൊരു അട്രാക്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എനർജി റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ എനർജി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഡിക്രീസ് ഇൻ എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ദി ബോണ്ട്. ഇവിടെ എത്രത്തോളം എനർജി ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളത് ആ ബോണ്ടിന്റെ ശക്തിക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, ശക്തി കൂടിയ ഒരു അട്രാക്ഷൻ ആണുള്ളതെങ്കിൽ ഒരുപാട് എനർജി റിലീസ് ചെയ്യും. ശക്തി കുറവുള്ള ഒരു അട്രാക്ഷൻ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ കുറച്ച് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ടാളുകളെ കാണിക്കാം. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് ആറ്റങ്ങളുണ്ട്, ഇവർക്കിടയിൽ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് വെക്കുക. ഓക്കെ മക്കളെ, ഇവർക്കിടയിലുള്ള അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ തോനെയും എനർജി കൊടുത്താലേ ഇവരെ മാറ്റാൻ പറ്റൂ. ഇവർക്കിടയിലുള്ള അട്രാക്ഷൻ കുറവാണെങ്കിൽ കുറച്ച് എനർജി കൊടുത്താലേ ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എങ്കിൽ അതേ രീതിയിൽ തന്നെ ചിന്തിക്കുക മക്കളെ. രണ്ടാളുകൾക്കിടയിൽ ഉണ്ടാകുന്ന അട്രാക്ഷൻ, പുതുതായിട്ടൊരു അട്രാക്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത്, പുതുതായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എനർജി റിലീസ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഓക്കെയാണ്. എങ്കിൽ ആ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുന്നത് ഇവർക്കിടയിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ബോണ്ടിന്റെ ശക്തിക്ക് അനുസരിച്ചിരിക്കും. ശക്തി കൂടിയ ബോണ്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഒരുപാട് എനർജി റിലീസ് ചെയ്യും. ഓക്കെ, ശക്തി കുറഞ്ഞ ഒരു ബോണ്ടാണ് അല്ലെങ്കിൽ അട്രാക്ഷൻ ആണ് അവർക്കിടയിലുള്ളതെങ്കിൽ കുറച്ച് എനർജി മാത്രമേ റിലീസ് ചെയ്യൂ. സോ ഡിക്രീസ് ഇൻ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ദി ബോണ്ട്. ദെയർഫോർ മോളിക്യൂൾസ് ആർ മോർ സ്റ്റേബിൾ ദാൻ ആറ്റംസ്. അതുകൊണ്ട് തന്നെ മോളിക്യൂളുകൾക്ക് ആറ്റത്തിനെ കഴിയും എന്ത് കാണും? സ്റ്റെബിലിറ്റി കാണും എന്ന് ഓർക്കുക. അതായത് ഇപ്പോൾ ക്ലോറിൻ മോളിക്യൂൾ Cl2 നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലോറിൻ എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ആറ്റത്തിനെ കഴിയും കൂടുതൽ സ്റ്റെബിലിറ്റി ആർക്ക് കാണും? ക്ലോറിൻ എന്ന് പറയുന്ന മോളിക്യൂളിന് കാണും. എന്തുകൊണ്ടാണ് അങ്ങനെ മക്കളെ? എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, എനർജി കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. എനർജി കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറവായിരിക്കും? സ്റ്റെബിലിറ്റി കുറവായിരിക്കും. സോ എനർജി കുറയും തോറും സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. എനർജി കുറയും തോറും എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കൂടും. നമ്മളിപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ആളിന് പകരം ക്ലോറിൻ ആറ്റമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെക്കുക. ക്ലോറിൻ ആറ്റത്തിന് ഒരു എനർജി ഉണ്ട്. ഓക്കെ, ആ എനർജി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടോ? സ്റ്റെബിലിറ്റി ഇല്ല. സോ ഈ പറയുന്ന ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റം എനർജി റിലീസ് ചെയ്യുന്നു, പരസ്പരം അട്രാക്ഷൻ ഫോം ചെയ്യുന്നു. അട്രാക്ഷൻ ഫോം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇവരുടെ എനർജി ഡിക്രീസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്ത് കൂടും? എനർജി കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ നമുക്ക് പറയാം, മോളിക്യൂൾസ് ആർ മോർ സ്റ്റേബിൾ ദാൻ ആറ്റംസ്. ആറ്റങ്ങളെക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റി ആർക്ക് കാണാൻ പറ്റും? മോളിക്യൂളുകൾക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക മക്കളെ. ആ പറഞ്ഞ കാര്യം കിട്ടിയോ? ഓക്കെ അല്ലേ? നോക്കിക്കോ, ഇനേർട്ട് ഗ്യാസ് എലമെന്റ്സ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബോണ്ട് ഫോർമേഷൻ ബിക്കോസ് ദേ ഹാവ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ഹാവ് മിനിമം എനർജി.
ഇനി നമ്മൾ പറഞ്ഞു ഒട്ടുമിക്ക ആറ്റങ്ങളും എന്ത് ചെയ്യും, സ്റ്റേബിൾ ആയിരിക്കത്തില്ല, അവർക്ക് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ടി വരും, മോളിക്യൂളുകളായിട്ട് മാറേണ്ടി വരും. അതിൽ ഏറ്റവും നല്ല മികച്ചൊരു എക്സാമ്പിൾ ആണ് നമ്മൾ 18ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളുടെ കാര്യം പറയുന്നത്. നോബിൾ ഗ്യാസ്, ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ പറയുന്നു. അക്കൂട്ടത്തിൽ എല്ലാവരുടെയും കാര്യമില്ല, അതിൽ ചില എക്സെപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, നമുക്കത് വഴിയെ കാണാൻ പറ്റും. എന്നാലും 18ാമത്തെ ഗ്രൂപ്പിൽ എലമെന്റുകൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ മോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ ആണുള്ളത്. അവരുടെ അവസാനത്തെ ഷെല്ല് കംപ്ലീറ്റ് ആണ്, പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുവാണ്, മാക്സിമം ഇലക്ട്രോണുകളെ നിറച്ച് വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. ഇവരുടെ എനർജി എന്താണ്, കുറവാണ്. സോ ഇവർക്ക് ഇനി റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഓക്കെ ആണേ, ക്ലിയർ ആണ്. അപ്പൊ രണ്ടാളുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്ത്, ബോണ്ട്. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട്, കെമിക്കൽ ചേഞ്ച് നടക്കുന്നതിന്റെ ഫലമായിട്ട് രണ്ടാളുകൾക്കിടയിൽ ഉണ്ടാകുന്ന അട്രാക്ഷൻ ആണ് എന്ത്, കെമിക്കൽ ബോണ്ട്. ഓക്കെ, എപ്പോഴും ഓർക്കുക, ബോണ്ടുകൾ ഫോം ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. ബോണ്ടുകൾ ഫോം ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. ശക്തി കൂടിയ ഒരു ബോണ്ടാണെങ്കിൽ കൂടുതൽ എനർജി റിലീസ് ചെയ്യും, ശക്തി കുറഞ്ഞൊരു ബോണ്ടാണെങ്കിൽ കുറച്ച് എനർജി റിലീസ് ചെയ്യും. കിട്ടിയോ മക്കളെ? ഓക്കെ അല്ലേ? ആ പറഞ്ഞ കാര്യം കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ഈ പറഞ്ഞ ബോണ്ടുകളുടെ ക്ലാസിഫിക്കേഷനിലോട്ട് നീങ്ങാം. ബോണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബോണ്ട്സ്. ഓക്കെ, ബോണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാന്ന് നോക്കാം മക്കളെ. ഏതാ നോക്കിക്കോ, കെമിക്കൽ ബോണ്ടുകളെ നമ്മൾ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്നാമത്തെ ടൈപ്പിന്റെ പേര് സ്ട്രോങ് ബോണ്ട്, രണ്ടാമത്തെ ടൈപ്പിന്റെ പേര് വീക്ക് ബോണ്ട്. ഓക്കെ, കെമിക്കൽ ബോണ്ടുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. ആ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആർക്കിടയിലാണോ ഈ ഒരു ബോണ്ട് ഫോം ചെയ്തത്, അട്രാക്ഷൻ ഫോം ചെയ്തത്, ആ അട്രാക്ഷന്റെ സ്ട്രെങ്ത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ആ ബോണ്ടിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്ട്രോങ് ബോണ്ട് ശക്തി കൂടിയ ബോണ്ട്, വീക്ക് ബോണ്ട് ശക്തി കുറഞ്ഞ അട്രാക്ഷൻ. ഓക്കെ, സ്ട്രോങ് ബോണ്ട് എന്ന് നമ്മൾ വിളിക്കണമെങ്കിൽ ഇന്റർ അറ്റോമിക് എനർജി 200 കിലോ ജൂൾ പെർ മോള് അതോ അതിന് മുകളിലോ ആയിരിക്കണം. രണ്ടാളുകൾക്കിടയിൽ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി, അതായത് രണ്ടാളുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി 200 കിലോ ജൂൾ പെർ മോള് അല്ലെങ്കിൽ അതിന് മുകളിലോ ആണെങ്കിൽ ഒരുപാട് എനർജി റിലീസ് ആയില്ലേ, അപ്പൊ ആ ബോണ്ടിന്റെ ശക്തി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അവരാണ് മക്കളെ സ്ട്രോങ് ബോണ്ട്. ഓക്കെ, രണ്ടാളുകൾക്കിടയിൽ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി 2.42. അതാ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കേ. 2.42 കിലോ ജൂൾ പെർ മോളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ബോണ്ടിന്റെ ശക്തി കുറവായിരിക്കും. കാര്യം വളരെ കുറച്ച് എനർജി മാത്രമേ ഇവിടെ റിലീസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ബോണ്ടുകളെയാണ് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് വീക്ക് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബോണ്ടുകളെ, കെമിക്കൽ ബോണ്ടുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാ മക്കളെ? സ്ട്രോങ് ബോണ്ടും ഉണ്ട്, വീക്ക് ബോണ്ടും ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ സ്ട്രോങ് ബോണ്ടുകളെ നമ്മൾ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കും. അതിൽ ഒന്നാമത്തെ ടൈപ്പ് അയോണിക് ബോണ്ട്, ഇവനെപ്പറ്റി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് കോവാലന്റ് ബോണ്ട്, ഇവനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് കോഓർഡിനേറ്റ് ബോണ്ട്, ഇവനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. നാലാമത്തെ ടൈപ്പിന്റെ പേര് മക്കളെ ഇത് ഡി ആണ്. നാലാമത്തെ ടൈപ്പിന്റെ പേരും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നാലാമത്തെ ടൈപ്പിന്റെ പേരാണ് മെറ്റാലിക് ബോണ്ട്. ഓക്കെ, അപ്പോ സ്ട്രോങ് ബോണ്ടുകൾ, കെമിക്കൽ ബോണ്ടുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാ? സ്ട്രോങ് ബോണ്ടും വീക്ക് ബോണ്ടും. ഇതിൽ സ്ട്രോങ് ബോണ്ടുകളെ 4ആയിട്ട് തരംതിരിക്കുന്നു. അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, കോഓർഡിനേറ്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് സാർ ഡീറ്റെയിൽ ആയിട്ട് അതാത് സെക്ഷനുകളിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇനി വീക്ക് ബോണ്ടുകളെയും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഹൈഡ്രജൻ ബോണ്ടും വാൻഡർവാൾസ് ബോണ്ടും. ഓക്കെ, വീക്ക് ബോണ്ടുകളെയും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാ? ഹൈഡ്രജൻ ബോണ്ടും വാൻഡർവാൾ ബോണ്ടും. ഈ പറയുന്ന ബോണ്ടുകളെ പറ്റിയും നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ബോണ്ടിങ്, കെമിക്കൽ ബോണ്ടിങ്ങിനെ പറ്റി പഠിക്കുന്ന സമയത്ത്, കെമിക്കൽ ബോണ്ടുകളെ പറ്റി പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ബോണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. ഇതാണ് ബോണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ ആണേ മക്കളെ? ക്ലിയർ ആണേ? അടുത്ത കോസസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അല്ലെങ്കിൽ നമ്മളെ ഓൾറെഡി കുറച്ചു മുമ്പേ സാറ് പറഞ്ഞായിരുന്നു, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? കെമിക്കൽ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് വരും, എന്തിനാ ഇവര് നമ്മളെ മുട്ടിക്കാൻ വേണ്ടി ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷനിലെല്ലാം പങ്കെടുക്കാൻ പോകുന്നത്? അവിടെ എവിടെയെങ്കിലും അടങ്ങിയിരുന്നാൽ പോരായിരുന്നോ? അങ്ങനെ അവർ അടങ്ങിയിരുന്നിരുന്നേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് മനസ്സിലോട്ട് വരും. പക്ഷേ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ചുമ്മാ ബോറടി മാറ്റാനൊന്നുമല്ല. അവർക്ക് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതെ, കെമിക്കൽ ബോണ്ടുകൾ ഫോം ചെയ്യാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തില്ലെങ്കിൽ ഇവർക്ക് നിലനിൽക്കാൻ, സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവർ കെമിക്കൽ ബോണ്ടുകളിൽ പങ്കെടുക്കുന്നത്, അതിന്റെ പിന്നിലുള്ള വ്യത്യസ്ത കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം ടെൻഡൻസി ടു അക്വയർ മിനിമം എനർജി.
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനർജി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. അപ്പൊ എനർജി കുറയുന്നതിനനുസരിച്ച് എന്ത് കൂടുതലായിരിക്കും മക്കളെ? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സോ മിനിമം എനർജിയിൽ എന്ത് കാണാൻ പറ്റും? നമുക്ക് മാക്സിമം സ്റ്റെബിലിറ്റി കാണാൻ പറ്റും. മിനിമം എനർജിയിൽ എന്ത് കാണാൻ പറ്റും? മാക്സിമം സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ മക്കളെ ഇതാ നോക്കിക്കേ, അട്രാക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എനർജി ആൻഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. എന്താണെന്ന് പറഞ്ഞു തരാം. മിനിമം എനർജി കുറവാണെങ്കിൽ അവർക്കിടയിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും, അവർക്ക് സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ റിലീസ് ചെയ്യുന്ന എനർജിയുമായിട്ട് ചിന്തിക്കരുത്. അവിടെ റിലീസ് ചെയ്യുന്ന എനർജി കൂടുമ്പോൾ എന്ത് കുറയും? ഡിക്രീസ് ഇൻ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ബോണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് ആ അട്രാക്ഷനിൽ പങ്കെടുക്കുന്ന ആളിന്റെ എനർജി. കാര്യം തോനെയും എനർജി ഇയാൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ എനർജി നല്ല പോലെ കുറയും. ഇതല്ലേ? ഓക്കെ ആണേ? അങ്ങനെ എനർജി കുറയുമ്പോൾ എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടും. സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള ബോണ്ട് അട്രാക്ഷനും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ബോണ്ട് ഫോർമേഷൻ ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. മക്കളെ ഇത് ഓർത്തു വെച്ചോ. ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്. എന്താണ് എക്സോതെർമിക് എന്ന് നിങ്ങൾക്കറിയാം. എന്തിനെയാ മക്കളെ എക്സോതെർമിക് എന്ന് വിളിക്കുന്നത്? ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഹീറ്റ് റിലീസ് ചെയ്യുവാണെങ്കിൽ, എനർജി ലിബറേറ്റ് ചെയ്യുവാണെങ്കിൽ, അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സോതെർമിക് എന്ന് വിളിക്കുന്നത്. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോണ്ട് ഫോർമേഷൻ റിക്വയർസ് ഡിക്രീസ് ഇൻ എനർജി അല്ലെങ്കിൽ റിലീസ് ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ആളുകളുടെ കയ്യിൽ നിന്ന് എനർജി നഷ്ടമാകും, അവർ എനർജി റിലീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു ഹീറ്റ് ലിബറേറ്റിംഗ് പ്രോസസ് ആയിരിക്കും. ഇതൊരു എക്സോതെർമിക് പ്രോസസ് ആയിരിക്കും. അതിന്റെ ചേഞ്ച് ഇൻ എൻതാൽപി ഡെൽറ്റ എച്ച്, ഈ ചേഞ്ച് ഇൻ എൻതാൽപി തുടങ്ങിയ ആളുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരാൻ പോകുന്ന പാഠത്തിൽ തെർമോഡൈനാമിക്സ് എന്ന പാഠത്തിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ഓക്കെ ആണേ? അട്രാക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എനർജി ആൻഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. നമ്മൾ പറഞ്ഞില്ലേ, എനർജി ഈസ് അബ്സോർബ് ടു ബ്രേക്ക് ബോണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, രണ്ടാളുകൾക്കിടയിലുള്ള അട്രാക്ഷൻ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കേണ്ടി വരും. എനർജി ഈസ് റിലീസ്ഡ് വെൻ ന്യൂ ബോണ്ട് ഫോംസ്. അപ്പോൾ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എനർജി എന്ത് ചെയ്യപ്പെടും? റിലീസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബോണ്ട് മേക്കിംഗ് ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. അതുകൊണ്ട് നമുക്ക് പറയാം ബോണ്ട് ഫോം ചെയ്യുന്നത് ഒരു എക്സോതെർമിക് ആയിട്ടുള്ള പ്രോസസ് ആണ്. കിട്ടിയോ? ഓക്കെ ആണോ മക്കളെ? ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണാൻ പറ്റും. ആരൊക്കെ തമ്മിലുള്ള ഗ്രാഫാന്ന് നോക്കിയടാ. പൊട്ടൻഷ്യൽ എനർജിയും ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫാണ്. ഈ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. എങ്കിൽ മക്കളെ നിങ്ങൾ ഓർക്കുക, എപ്പോഴാണ് രണ്ടാളുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി 0 ആകുന്നത്? ഇങ്ങനെ ചിന്തിക്കും മക്കളെ. രണ്ട് ആറ്റങ്ങള് എ എന്ന് പറയുന്ന ഒരു ആറ്റം, അതുപോലെ ബി എന്ന് പറയുന്ന ഒരു ആറ്റം. രണ്ട് ആറ്റങ്ങൾ അടുത്തടുത്ത് വരുന്നു. തീർച്ചയായിട്ടും ഈ രണ്ട് ആറ്റങ്ങൾ അടുത്തടുത്ത് വരുന്ന സമയത്ത് ഈ ആറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ പറയുന്ന രണ്ട് ആറ്റങ്ങളുടെയും ന്യൂക്ലിയസ് അവിടെ കാണും, അതുപോലെ തന്നെ ഇലക്ട്രോണും കാണും. മക്കളെ ഈ പറയുന്ന രണ്ട് ആറ്റങ്ങൾ അടുത്ത് വന്ന് അവർക്കിടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ പറയും എന്താണ്ട് എയും ബിയും കൂടി ചേർന്നു അവർക്കിടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്തു എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് അങ്ങ് പറയും. പക്ഷെ അവിടെ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ബി എന്ന് പറയുന്ന ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ ഇവിടെ റിപ്പല് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ചാർജുള്ള ആളുകളല്ലേ റിപ്പല് ചെയ്യും. എ എന്ന് പറയുന്ന ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺ ബി എന്ന് പറയുന്ന ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിനെ റിപ്പല് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്കിടയിൽ ഒരു അട്രാക്ഷൻ ഫോം ചെയ്യണമെങ്കിൽ, ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇവർ നല്ലപോലെ കൂടിച്ചേർന്നിരിക്കണം. പക്ഷെ അതിനെതിരെ പ്രവർത്തിക്കുന്ന റിപ്പൽഷൻസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ ഇതേ സമയം തന്നെ ഈ പറയുന്ന എയുടെ ഇലക്ട്രോണിനെ ബിയുടെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിയുടെ ഇലക്ട്രോണിനെ എയുടെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് രണ്ടാളുകൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സുകളും ഉണ്ടാകുന്നുണ്ട്, റിപ്പൾസീവ് ഫോഴ്സുകളും ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ നിലവിലിതാ ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്.
ഓക്കെ ആണേ, ക്ലിയർ ആണേ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഏതാ നോക്കിക്കോ, ദാ എപ്പോഴും നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരാവേ, രണ്ടാളുകൾക്കിടയിലുള്ള സെപ്പറേഷൻ കൂടുതലാണെങ്കിൽ, രണ്ട് ആറ്റങ്ങൾ, ഈ പറയുന്ന രണ്ട് ആറ്റങ്ങൾ ഒരുപാട് ദൂരത്തിരിക്കുവാണെങ്കിൽ ഇവർക്കിടയിൽ ഇത്തിരിയെങ്കിലും റിപ്പൾഷൻ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്കിടയിൽ ഒരു തരത്തിലുള്ള റിപ്പൾഷനും കാണത്തില്ല, ഒരു തരത്തിലുള്ള അട്രാക്ഷനും കാണത്തില്ല. ഇവരുടെ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പോഴാ? ഇവര് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന സമയത്ത് ഇവർക്കിടയിൽ യാതൊരു ബന്ധവും ഇല്ല, യാതൊരു ഇന്ററാക്ഷനും ഇല്ല. രണ്ടുപേരും രണ്ടിടത്തിരിക്കുവാണെങ്കിൽ ഇവർക്കിടയിലുള്ള എനർജി എന്തായിട്ട് അസ്യൂം ചെയ്യാം? നമുക്ക് 0 ആയിട്ട് അസ്യൂം ചെയ്യാം. കാര്യം അവിടെ അട്രാക്ഷനും ഇല്ല, റിപ്പൾഷനും ഇല്ല. അടുത്ത ശ്രദ്ധിക്കണേ മക്കളെ, ഈ പറയുന്ന രണ്ടാളുകളും അടുത്തടുത്ത് വരുന്നു. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഗ്രാഫിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണേ, ഇവർ രണ്ടുപേർക്കും ഇടയിലുള്ള ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറയുന്നു. ഇങ്ങോട്ട് വരും തോറും ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എയും ബിയും പറയുന്ന രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ പറയുന്ന ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് എനർജി എന്ത് ചെയ്യുന്നെന്ന് നോക്കും മക്കളെ. എനർജി ഇതാ താഴോട്ട് പോകുന്നു, 0യിൽ നിന്ന് താഴോട്ട് പോകുന്നു. അതിൻ്റെ അർത്ഥം എനർജി എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. എനർജി എന്ത് ചെയ്യപ്പെടുന്നു? റിലീസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അങ്ങനെ എനർജി റിലീസ് ചെയ്ത് ആ ഒരു മാക്സിമം പോയിന്റിലെത്തി. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ കൂടിച്ചേർന്നിരിക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ഒരിക്കലും നമുക്ക് ഇവർക്കിടയിലുള്ള ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെ കുറച്ചാൽ ഈ പറയുന്ന രണ്ട് ന്യൂക്ലിയസുകളും തമ്മിൽ നല്ല പോലെ അങ്ങ് അട്രാക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ടോ അവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി കൂടും, റിപ്പൾഷൻ കൂടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? ദൂരത്തിരുന്ന, അതായത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് പരസ്പരം ഉണ്ടായിരുന്ന രണ്ട് ആറ്റങ്ങൾ ഇവർ തമ്മിൽ അടുത്തടുത്ത് വന്ന് അവർ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഗ്രാഫ് എങ്ങോട്ടാ വന്നേന്ന് നോക്കും മക്കളെ. താഴോട്ടല്ലേ വന്നേ? എനർജി എന്ത് ചെയ്യുക ചെയ്തേ? നെഗറ്റീവ് ആവുകയല്ലേ ചെയ്തേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, രണ്ടാളുകൾക്കിടയിലുള്ള അട്രാക്ഷൻ കൂടുമ്പോൾ, രണ്ടാളുകൾക്കിടയിലുള്ള ബോണ്ടിന്റെ ശക്തി കൂടുമ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യപ്പെടും. അതിന്റെ ഫലമായിട്ട് ഈ വസ്തുവിന്റെ, നമ്മൾ ഏതാളിന്റെ കാര്യമാണോ എടുക്കുന്നത്, അയാളുടെ ടോട്ടൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? കുറയുന്നതായിട്ട് കാണാൻ പറ്റും. കിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ മക്കളെ. ഗ്രാഫ് എളുപ്പമാണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദാ നോക്കിക്കോ, ബോണ്ട് ഫോം ചെയ്യുന്നതിന് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതിനുള്ള കാരണങ്ങളെ പറ്റിയാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ടെൻഡൻസി ടു അക്വയർ മിനിമം എനർജി. എനർജി കുറഞ്ഞ് സ്റ്റെബിലിറ്റി കൂടിയ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നതിന് വേണ്ടി ഇവർ എന്ത് ഫോം ചെയ്യാറുണ്ട്? കെമിക്കൽ ബോണ്ടുകൾ ഫോം ചെയ്യാറുണ്ട് മക്കളെ. രണ്ടാമതായിട്ട് ടെൻഡൻസി ടു അക്വയർ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നു എന്താ? ടെൻഡൻസി ടു അക്വയർ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഓക്കെ, കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിക്ക് ചിന്തിക്കുവാണെങ്കിൽ നോബിൾ ഗ്യാസുകളുടെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ നോബിൾ ഗ്യാസുകൾ ഹീലിയം എന്ന് പറയുന്ന ആളിനെ എടുത്താൽ ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ 1s2. ബാക്കിയുള്ള ആളുകളെ എടുക്കുവാണെങ്കിൽ, അതായത് നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ എന്ന് നമ്മൾ അങ്ങനെ പറയാറില്ല, റെഡോൺ തുടങ്ങിയ ആളുകളെയൊക്കെ എടുക്കുവാണെങ്കിൽ അവരുടെ കോൺഫിഗറേഷൻ NS2np6 എന്നാണ് വരുന്നത്. ഓക്കെ മക്കളെ, ഈ ഒരു കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ അല്ലേ? ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓൾറെഡി സ്റ്റെബിലിറ്റി ഉണ്ട്, ഓൾറെഡി ഇവരുടെ എനർജി കുറവാണ്. സോ ഏതൊരു ആറ്റവും ആഗ്രഹിക്കുന്നത് ഇതുപോലെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കൈവരിക്കുന്നതിന് വേണ്ടിയായിരിക്കും. അതിനു വേണ്ടി ആറ്റങ്ങൾ ഇലക്ട്രോണിനെ വാങ്ങിയും വിട്ടുപിടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ആ പറഞ്ഞ ഓക്കെ അല്ലേ മക്കളെ? ആറ്റംസ് കമ്പൈൻ ടു അക്വയർ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഓക്കെ, only outermost electron like NS, NP, N-1d electron participate in bond formation. അപ്പോൾ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാ? NS, NP, N-1d അങ്ങനെയുള്ള ചില കേസുകളുണ്ട്, നമുക്ക് വഴിയെ കാണാം. Generally, inert gas elements do not participate in bond formation as they have a stable electronic configuration and hence minimum energy. സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ട്, എനർജി വളരെ കുറവായതുകൊണ്ട് നോബിൾ ഗ്യാസുകൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസുകൾ പെട്ടെന്ന് റിയാക്ഷനിൽ പങ്കെടുക്കുമോ മക്കളെ? ഇല്ല. ഇവരുടെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഹീലിയത്തിന്റെ കേസിൽ 1s2 അല്ലെങ്കിൽ NS2np6. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആക്കുന്നതിനെ, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കൈവരിക്കുന്നതിനെ, ഇതിനെയാണ് നമ്മൾ ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ഒക്ടറ്റ് റൂള് എന്താ? ഒക്ടറ്റ് റൂൾ എന്ന് വെച്ചാൽ ഒരു ആറ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഈ പറയുന്ന നോബിൾ ഗ്യാസുകളിലുള്ള പോലെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം? 8 ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന റൂളാണ് ഒക്ടറ്റ് റൂള്.
ഈ പറയുന്ന ഒക്ടറ്റ് റൂളിലോട്ടും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലോട്ട് നമുക്ക് വരാം. ഇനി ഈ ഒക്ടറ്റ് റൂൾ കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈക്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണുകളെ തുല്യമായി വീതിക്കാം, തുല്യമായി ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ അൺഈക്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ ഈക്വൽ അല്ലാത്ത രീതിയിലും ഷെയർ ചെയ്യാറുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് കേസുകൾ വരും. ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ, അതുപോലെ ലൂസിങ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ പൂർണ്ണമായിട്ട് വാങ്ങുകയോ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കൈവരിക്കാൻ പറ്റും? ഒക്ടറ്റ് കൈവരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് സ്റ്റേബിൾ ആക്കാനും കംപ്ലീറ്റ് ആക്കാനും ഒക്കെ പറ്റും. ഓക്കെ, ദാ നോക്കിക്കോ, ലൂയിസ് ഒക്ടറ്റ് റൂൾ ഈസ് അക്വയർ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ, ആറ്റംസ് ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ ഓർ ഷെയർ ഇലക്ട്രോൺ. അപ്പോൾ ഈ പറയുന്ന നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടുന്നതിന് വേണ്ടി ആറ്റങ്ങൾ ഇലക്ട്രോണിനെ വാങ്ങുകയോ വിട്ടുകൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഷെയർ തന്നെ രണ്ട് രീതിയിലുണ്ട്. എന്താണ്? ഈക്വൽ ഷെയറിംഗ് വഴിയും ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ഈക്വലി ഷെയർ ചെയ്യാം, പരസ്പരം ഒരേപോലെ തന്നെ ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അൺഈക്വലി ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യാം, അതേപോലുള്ള കേസുകൾ നമുക്ക് പറയാറുണ്ട്. ഓക്കെ, പിന്നെ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ, അതായത് ഗെയിനിങ്ങും ലൂസിങ്ങും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത്രയും കാര്യങ്ങൾ കിട്ടിയോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലൂയിസ് സിംബലുകളെ പറ്റിയാണ്. എന്താണ് ലൂയിസ് സിംബല്? ഈ പാഠം പഠിക്കുമ്പോൾ ലൂയിസ് സിംബലുകളുടെ പ്രാധാന്യം എന്താണ്? അതായത് നമ്മളെ ഈ പറയുന്ന എലമെന്റുകളെയൊക്കെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു സിംപ്ലസ്റ്റ് മെത്തേഡാണ് ശരിക്കും ലൂയിസ് സിംബൽ എന്ന്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എന്ന് നമുക്കിതിനെ വിളിക്കാം. ലൂയിസ് സിംബലിനെ എന്തെന്ന് വിളിക്കാം? ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, എന്താണ് സംഭവം നോക്കാം. ദാ നോക്കിക്കോ, ടു റെപ്രസെന്റ് ലൂയിസ് സിംബൽ ഓഫ് എ പെർട്ടിക്കുലർ എലമെന്റ്, വാലൻസ് ഇലക്ട്രോൺ ഈസ് റെപ്രസെന്റഡ് ആസ് എ ഡോട്ട്. സം എക്സാമ്പിൾസ് ഓഫ് ലൂയിസ് സിംബൽ. അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു എലമെന്റ് മക്കളെ, ഇപ്പൊ സോഡിയം എന്ന് പറയുന്ന എലമെന്റിനെ എടുക്കാം. സോഡിയം സിംബൽ Na ആണെന്ന് നമുക്കറിയാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 അപ്പൊ സോഡിയം എന്ന് പറയുന്ന ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ, വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. നമ്മളിതാ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന സോഡിയം എന്ന് പറയുന്ന എലമെന്റിന്റെ സിംബൽ അങ്ങോട്ട് ഇട്ടിട്ട് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ മാത്രം ഒന്നെങ്കിൽ ഒരു ഡോട്ട് ഇട്ടോ അല്ലെങ്കിൽ ഒരു ക്രോസ് ഇട്ടോ റെപ്രസെന്റ് ചെയ്യും. ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൂയിസ് സിംബൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് സിംബൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാ ഓരോ ആളുകളുടെ കേസിൽ നോക്കുക. ഹൈഡ്രജന്റെ കേസിൽ കണ്ടോ, ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈഡ്രജന്റെ കേസിൽ എന്താ വന്നേന്ന് നോക്ക്, ഹൈഡ്രജൻ 1 ഡോട്ട്. ഹീലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, ഹീലിയം 2 ഡോട്ട്. ലിഥിയത്തിന്റെ കേസിലാണെങ്കിലോ, ലിഥിയത്തിന്റെ കേസിലാണെങ്കിൽ ദാ 2, 1 കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ Li1 ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ കേട്ടോ. ഇത് ലിഥിയത്തിന്റെ ഐയുടെ കുത്താണ്. കാർബണിന്റെ കേസിലാണെങ്കിലോ മക്കളെ 2, 4 ആണ്. അപ്പൊ കാർബണിന് ചുറ്റും എത്ര ഇലക്ട്രോൺ? 4 ഇലക്ട്രോൺ ഉണ്ട് അവസാനത്തെ ഷെല്ലിൽ. സോ നമ്മൾ 4 ഡോട്ട് ഇടുന്നു. നൈട്രജന്റെ കേസിലാണെങ്കിൽ അറ്റോമിക് നമ്പർ 7 അല്ലേ, 2, 5. നൈട്രജന്റെ ചുറ്റും നമ്മൾ എത്ര ഡോട്ട് ഇടുന്നു? 5 ഡോട്ട് ഇടുന്നു എന്നുള്ള കാര്യവും കൂടി ഓർക്കുക. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണെന്ത്? ലൂയിസ് സിംബൽ അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായോ മക്കളെ? നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. മക്കളെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കൊസൽ ലൂയിസ് അപ്രോച്ച് ടുവേർഡ്സ് കെമിക്കൽ ബോണ്ടിങ്. ഈ കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കൊസൽ ലൂയിസ് അപ്രോച്ച്, കൊസൽ ലൂയിസ് എന്ന് പറയുന്ന വ്യക്തികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? എവറി ആറ്റം ഹാസ് ടെൻഡൻസി ടു കംപ്ലീറ്റ് ഇറ്റ്സ് ഒക്ടറ്റ് ഇൻ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഏതൊരാറ്റത്തിനും അതിൻ്റെ അവസാനത്തെ ഷെല്ലില് അല്ലെങ്കിൽ അവസാനത്തെ ഷെല്ലില് 8 ഇലക്ട്രോൺ ആക്കാൻ, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഹൈഡ്രജൻ ആൻഡ് ലിഥിയം ഹാസ് ദ ടെൻഡൻസി ടു കംപ്ലീറ്റ് ഇറ്റ്സ് ഡുപ്ലറ്റ്. അപ്പോ ദാ ഈ പറയുന്ന ഒക്ടറ്റ് അല്ലെങ്കിൽ അതിലോട്ട് സാറ് വരാം, അതിലോട്ട് ഈ ഡുപ്ലറ്റ് എന്ന് പറയുന്ന കാര്യത്തിലോട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ, ടു അക്വയർ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ആറ്റം ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ ഓർ ഷെയർ ഇലക്ട്രോൺ. അപ്പൊ ഈ പറയുന്ന ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടി ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി NS2 NP6 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ കിട്ടുന്നതിന് വേണ്ടി ആറ്റങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ടെന്നും കൂടെ ആലോചിക്കാം മക്കളെ. ആറ്റങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഇവർ ഇലക്ട്രോണിനെ വാങ്ങുകയോ വിട്ടുകൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാറുണ്ട്. ആറ്റംസ് ലൂസ്
ഓർ ഗെയിൻ ഓർ ഷെയർ ഇലക്ട്രോൺ, ഇലക്ട്രോണുകളെ വാങ്ങുകയോ വിട്ടുകൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാറുണ്ട് എങ്കിൽ ഇതാ കണ്ടോ, ദ ടെൻഡൻസി ഓഫ് ആറ്റംസ് ടു അച്ചീവ് 8 ഇലക്ട്രോൺ ഇൻ ദെയർ ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് നോൺ ആസ് ലൂയിസ് ഒക്ടറ്റ് റൂള്. ഒരാറ്റത്തിന് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ ടെൻഡൻസിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒക്ടറ്റ് റൂൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ മീഥേൻ എന്ന് പറയുന്ന മോളിക്യൂളുണ്ട്. മീഥേനകത്ത് ഇതാ നമുക്ക് ആരെയൊക്കെ കാണാൻ പറ്റും, ഒരു കാർബണിനെയും, ഒരു കാർബണിന് ചുറ്റും, കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് മക്കളെ, 4 ഇലക്ട്രോൺ ഉണ്ട്. ഇനി ആരെ കാണാൻ പറ്റും, ഹൈഡ്രജൻ ആറ്റത്തിനെ കാണാൻ പറ്റും. ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 1 ഇലക്ട്രോൺ ഉണ്ട്. ഈ പറയുന്ന കാർബൺ ആയാലും ഹൈഡ്രജൻ ആയാലും ഇവരെന്തല്ല, സ്റ്റേബിൾ അല്ല. കാര്യം ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആണെങ്കിലേ ഒക്ടറ്റ് കംപ്ലീറ്റ് ആകൂ. അപ്പോൾ മാത്രമേ അവർക്ക് എന്ത് കിട്ടത്തുള്ളൂ, സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ കാർബണിൻ്റെ 1 ഇലക്ട്രോണിനെ തന്നുമായിട്ട് ഷെയർ ചെയ്യും. ഈ ഹൈഡ്രജൻ ഷെയർ ചെയ്യും, ഇയാൾ ഷെയർ ചെയ്യും, ഇയാളും ഷെയർ ചെയ്യും. ഹൈഡ്രജന് ചുറ്റും 2 ഇലക്ട്രോണായി. ഈ പറയുന്ന കാർബണിന് ചുറ്റും 2, 4, 6, 8 ഇലക്ട്രോണായി. നമ്മൾ പറയും ഇവരെന്ത് ചെയ്തു, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയി, 8 ഇലക്ട്രോൺ ആയി എന്നാണ്. ഓക്കെ ആണോ? ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റു ചില എക്സാമ്പിളുകൾ, ഇപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. ഈ സോഡിയം എന്താ ചെയ്യും, 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Na+ അയോണായിട്ട് മാറും, ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2.8. ഓക്കെ, ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റം ഉണ്ട്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. ഈ ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റം എന്താ ചെയ്യുന്നത്, 1 ഇലക്ട്രോണിനെ വേടിച്ച് Cl- അയോൺ ആയിട്ട് മാറും. Cl- അയോണിൻ്റെ കോൺഫിഗറേഷൻ 288. കണ്ടോ? അപ്പോൾ ഇതുപോലെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കുന്നതിന് വേണ്ടി ആറ്റങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇലക്ട്രോണിനെ വാങ്ങാറുണ്ട് ക്ലോറിനെ പോലെ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാറുണ്ട് സോഡിയത്തിനെ പോലെ, ഇലക്ട്രോണിനെ മ്യൂച്വലി പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വൺ സൈഡഡ് ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട് കാർബണെയും ഹൈഡ്രജനെയൊക്കെ പോലെ. ഈ കാണുന്ന എക്സാമ്പിളുകൾ നോക്കിയേ മക്കളെ, മീഥേൻ, കാർബണും ഹൈഡ്രജനും 2 പേർക്കും ചുറ്റും 8 ഇലക്ട്രോണായി. 2 ഓക്സിജൻ ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേരുന്നു. ഓരോരുത്തർക്കും ചുറ്റും എത്ര ഇലക്ട്രോൺ വെച്ചുണ്ടെന്ന് നോക്ക്, 8 ഇലക്ട്രോൺ വെച്ചിട്ടായി. ഇതിനകത്ത് ചെറിയൊരു കുഴപ്പമുണ്ട് മക്കളെ, എന്താന്ന് കണ്ടുപിടിക്കാവോ, ഓക്സിജനകത്ത് ഇനിയും ഇലക്ട്രോൺ ഉണ്ട്. നിങ്ങൾ കണ്ടോ, ഇപ്പൊ 2, 4 ആയുള്ളൂ. 2 ഇലക്ട്രോൺ ഇവിടെയുണ്ട്, 2 ഇലക്ട്രോൺ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ സ്റ്റേബിളായി. അതുപോലെ തന്നെ മക്കളെ നമ്മൾ നോക്കുവാണെങ്കിൽ നൈട്രജൻ 628 സ്റ്റേബിളായി. അപ്പോൾ 8 ഇലക്ട്രോൺ കിട്ടുന്നതിന് വേണ്ടിയാണ് ആറ്റങ്ങൾ ഈ പറയുന്ന പരാക്രമങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു കോമ്പൗണ്ട് നോക്കി, H2O, വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. ഇവിടെ സെൻട്രൽ ആറ്റം ഓക്സിജൻ ഉണ്ട് മക്കളെ. ഓക്സിജന് ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കടാ, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. ഈ 8 എണ്ണത്തിൽ ഒരെണ്ണം ആരുടെയാണ്, ഈ ഹൈഡ്രജൻ്റെയാണ്. ഒരെണ്ണം ആരുടെയാണ്, ഈ ഹൈഡ്രജൻ്റെയാണ്. പക്ഷെ എന്തായാലും അയാൾ സ്റ്റേബിൾ ആയില്ലേ. ഈ ഹൈഡ്രജന് ചുറ്റും 2 ഇലക്ട്രോൺ ഉണ്ട്, ഇയാൾക്ക് ചുറ്റും 2 ഇലക്ട്രോൺ ഉണ്ട്. ഇവരെല്ലാവരും സ്റ്റെബിലിറ്റി കിട്ടി. എന്നാൽ ബെർലിയം ക്ലോറൈഡ് നോക്കേടാ, അപ്പോൾ ഇയാൾ നമ്മൾ പറയും, ഇയാളുടെ കേസിൽ ദേ ഒബേ ഒക്ടറ്റ് റൂൾ. ഇവർ എന്ത് ഒബേ ചെയ്യുന്നുണ്ട്, ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. പക്ഷേ ബെർലിയം ക്ലോറൈഡിന്റെ കേസിലാണെങ്കിലോ, ഇവിടെയും കാർബണിന് ചുറ്റും 8 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഹൈഡ്രജന് ചുറ്റും 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഓക്സിജൻ ആറ്റങ്ങൾക്ക് ചുറ്റും 8 ഇലക്ട്രോൺ വെച്ചുണ്ടായിരുന്നു, നൈട്രജൻ ആറ്റങ്ങൾക്ക് ചുറ്റും 8 ഇലക്ട്രോൺ വെച്ചുണ്ടായിരുന്നു. ഇവിടെ ബെർലിയം നോക്ക്, ബെർലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇവിടെ 2 എത്ര ഇലക്ട്രോണേ ഉള്ളൂ, 4 ഇലക്ട്രോണേ ഉള്ളൂ. എന്നാൽ ഈ ക്ലോറിന് ചുറ്റും 8 എണ്ണം ഉണ്ട്, ഈ ക്ലോറിന് ചുറ്റും 8 എണ്ണം ഉണ്ട്. സോ ക്ലോറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഒക്ടറ്റ് തിയറി പ്രകാരം അയാൾ സ്റ്റേബിൾ ആണ്. പക്ഷേ ബെർലിയം ഇവിടെ സ്റ്റേബിൾ ആണോ, അല്ല. സോ നമുക്ക് പറയാം ദേ ഡസ് നോട്ട് ഒബേ ഒക്ടറ്റ് റൂള്. ഇവരെന്തനുസരിക്കുന്നില്ല, ഒക്ടറ്റ് റൂൾ അനുസരിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. കിട്ടിയോ മക്കളെ? ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ പറയാൻ വിട്ട കാര്യം ഡുപ്ലറ്റ് കണ്ടീഷൻ. അതായത് നമ്മൾ ഈ ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ ആളുകളെയൊക്കെ എടുക്കുവാണെങ്കിൽ, ഇപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണെന്നറിയാലോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 അല്ലെങ്കിൽ 1, സിംപ്ലി 1. ആകെ ഒറ്റ ഷെല്ലല്ലേ ഉള്ളൂ, കെ ഷെല്ല്, ആദ്യത്തെ ഷെല്ല് മാത്രമല്ലേ ഉള്ളൂ. കെ ഷെല്ലിന്റെ മാക്സിമം കപ്പാസിറ്റി 2 ഇലക്ട്രോൺ അല്ലേ. അതുകൊണ്ട് 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവരെ സ്റ്റേബിൾ ആണെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡുപ്ലറ്റ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഒരാറ്റം, ആ ആറ്റത്തിൽ ആകെ ഒറ്റ ഷെല്ലേ ഉള്ളെങ്കിൽ, അത് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം തുടങ്ങിയ ആളുകളുടെ കേസിലൊക്കെയാണ് അത് വരുന്നത്. ഒറ്റ ഷെല്ലേ ഉള്ളെങ്കിൽ അവരുടെ ആ പറയുന്ന ആദ്യത്തെ ഷെല്ല്, അതിന്റെ മാക്സിമം കപ്പാസിറ്റി 2 ഇലക്ട്രോൺ ആണ്. കാര്യം അത് കെ ഷെല്ലല്ലേ. അതിന് 2 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഈ കണ്ടീഷനെയാണ് നമ്മൾ ഡുപ്ലറ്റ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്.
കിട്ടിയോ മക്കളെ? ആ പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദാ ഈ പറയുന്ന ഒക്ടറ്റ് റൂൾ എല്ലാവരുടെയും കേസിൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒക്ടറ്റ് റൂളിന് ചില പോരായ്മകളുണ്ട്. അപ്പോൾ ഒക്ടറ്റ് റൂളിന്റെ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ ഒക്ടറ്റ് റൂൾ ഫെയിൽ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റീസൺസ് ഫോർ ദ ഫെയിലിയർ ഓഫ് ഒക്ടറ്റ് റൂൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഒക്ടറ്റ് റൂളിന്റെ എക്സെപ്ഷൻസ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ദാ ഓരോന്നായിട്ട് നോക്കാടാ നമുക്ക്. ഒന്നാമതായിട്ട് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് മോളിക്യൂൾസ് ഓർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾസ് ഓർ ഹൈപ്പോവാലന്റ് മോളിക്യൂൾസ്. ഇങ്ങനെയുള്ള മോളിക്യൂളുകൾ ഒക്ടറ്റ് തിയറിക്ക് എക്സെപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒക്ടറ്റ് തിയറി അനുസരിച്ച് ഇവർ സ്റ്റേബിൾ ആയിരിക്കില്ല, പക്ഷേ ശരിക്കും ഇവർ സ്റ്റേബിൾ ആണ്. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്, അതായത് ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ലാത്ത ആളുകൾ. നേരത്തെ നമ്മളൊരു ബെർലിയം ക്ലോറൈഡിന്റെ കേസ് കണ്ടില്ലേ? ശരിക്കും ബെർലിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ആളുണ്ട്, എന്നാൽ ഒക്ടറ്റ് തിയറി പ്രകാരം ഇയാൾ അൺസ്റ്റേബിൾ ആണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റുള്ള മോളിക്യൂളുകളെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ എന്നോ അല്ലെങ്കിൽ ഹൈപ്പോവാലന്റ് മോളിക്യൂൾ എന്നോ വിളിക്കുന്നത് കേട്ടോ. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? ഹൈപ്പോവാലന്റ് മോളിക്യൂൾ എന്ന് വിളിക്കാം. കോമ്പൗണ്ട് ഇൻ വിച്ച് ഒക്ടറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ് ഇൻ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് സെൻട്രൽ ആറ്റം. ഒരു കോമ്പൗണ്ട് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എന്ത് കംപ്ലീറ്റ് അല്ല? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് സെൻട്രൽ ആറ്റം. ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിനകത്തുള്ള സെൻട്രൽ ആറ്റം എന്ന് വെച്ചാൽ കൃത്യം നടുക്കിരിക്കുന്ന ആൾ. ഇപ്പോൾ ബെർലിയം ക്ലോറൈഡ് നടുക്കിരിക്കുന്ന ബെർലിയം അല്ലേ? അലുമിനിയം ക്ലോറൈഡ് നടുക്കിരിക്കുന്ന ആൾ അലുമിനിയം അല്ലേ? അവന്മാരെ നമുക്ക് സെൻട്രൽ ആറ്റം എന്ന് വിളിക്കാം. ഓക്കെ, ഈ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8 ഇലക്ട്രോൺ ഇല്ലെങ്കിൽ ഇവിടെ ബെർലിയത്തിന് ചുറ്റും എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 4 ഇലക്ട്രോണേ നമുക്ക് കാണാൻ പറ്റൂ. ബെർലിയത്തിന് ചുറ്റും 4 ഇലക്ട്രോണേ ഉള്ളൂ. അലുമിനിയം ക്ലോറൈഡിൽ അലുമിനിയത്തിന് ചുറ്റും 6 ഇലക്ട്രോണേ നമുക്ക് കാണാൻ പറ്റൂ. സോ ഒക്ടറ്റ് തിയറി പ്രകാരം ഇവരെന്തല്ല? സ്റ്റേബിൾ അല്ല. പക്ഷെ ശരിക്കും ഇവർ സ്റ്റേബിൾ ആണ്. നമുക്ക് ഹാലൈഡ്സ് ഓഫ് 3A ഗ്രൂപ്പ് എന്ന് വെച്ചാൽ 3A എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഗ്രൂപ്പാണ് മക്കളെ? 13ാമത്തെ ഗ്രൂപ്പ് അല്ലേ? എക്സാമ്പിൾ നോക്ക്. BF3 ബോറോൺ ട്രൈഫ്ലൂറൈഡ്, AlCl3 അലുമിനിയം ക്ലോറൈഡ്, BCl3 ബോറോൺ ട്രൈക്ലോറൈഡ് തുടങ്ങിയവരെല്ലാം എക്സാമ്പിൾ ആണ്. ദാ ഹൈഡ്രൈഡ് ഓഫ് 3A ഓർ 13th ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നോക്കടാ മക്കളെ, ഏതാ നമ്മളിപ്പോൾ 2 എക്സാമ്പിൾ കണ്ടില്ലേ? ബെർലിയം ക്ലോറൈഡും അലുമിനിയം ക്ലോറൈഡും നമ്മൾ കണ്ടില്ലേ? മറ്റ് ചില എക്സാമ്പിളുകൾ നോക്ക്. ബെർലിയം ക്ലോറൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. HgCl2 മെർക്കുറിയുടെ ക്ലോറൈഡ്, മെർക്കുറി 2 ക്ലോറൈഡ് എന്ന് നമുക്ക് ഇവിടെ പറയാം കേട്ടോ. ഗാലിയം. ഓക്കെ, ഇതിൻ്റെ പേര് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇതിൻ്റെ പേര് നമ്മൾ പറയുന്നത് ട്രൈമീഥൈൽ ഗാലിയം എന്നാണ് മക്കളെ പറയുന്നത്. ട്രൈമീഥൈൽ ഗാലിയം. ഈ പറഞ്ഞ ആളുകളിലൊക്കെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം 8ൽ താഴെയാ. ഒക്ടറ്റ് തിയറിക്ക് വിരുദ്ധമാണ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് മോളിക്യൂൾ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ, അല്ലെങ്കിൽ ഹൈപ്പോവാലന്റ് മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. കിട്ടിയോ? ഓക്കെ ആണോ? ഇനി BF3, BCl3, BBr3, BI3 ഓൾ ആർ കോവാലന്റ് കോമ്പൗണ്ട്സ്. ഇവരെല്ലാവരും കോവാലന്റ് കോമ്പൗണ്ടുകളാണ്. ആൻഡ് ദേ ഡു നോട്ട് ഫോളോ ഒക്ടറ്റ് റൂൾ. ഇവരെന്ത് ഫോളോ ചെയ്യുന്നില്ല? ഒക്ടറ്റ് റൂൾ ഫോളോ ചെയ്യുന്നില്ല. AlF3 ഈസ് അയോണിക് കോമ്പൗണ്ട്. അപ്പൊ അയോണിക് കോമ്പൗണ്ടുകളെല്ലാം ഒക്ടറ്റ് റൂള് എന്ത് ചെയ്യും? ഒബേ ചെയ്യും. എന്തൊബേ ചെയ്യും? ഓക്കെ ആണോ? അപ്പൊ AlF3 എന്ത് ചെയ്യും? ഒബേ ചെയ്യും. പക്ഷേ അലുമിനിയം ക്ലോറൈഡ്, അലുമിനിയം ബ്രോമൈഡ്, അലുമിനിയം അയഡൈഡ് തുടങ്ങിയവരെല്ലാം കോവാലന്റ് കോമ്പൗണ്ടുകളാണ്. അവർ ഒക്ടറ്റ് തിയറി ഒബേ ചെയ്യൂ? ഇല്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തതാ ഒരു കാര്യം പറയാം. എക്സ്പാൻഷൻ ഓഫ് ഒക്ടറ്റ് ഓർ ഇലക്ട്രോൺ എഫിഷ്യന്റ് മോളിക്യൂൾ ഓർ ഹൈപ്പർ വാലന്റ് മോളിക്യൂൾ. ഇവരെ മക്കളെ, ഇവരെ വേറെ ഒരു പേരിട്ട് വിളിക്കാം നമുക്ക്. ഇവരെ നമുക്ക് ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾ എന്നും വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ഇവരെ ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾ എന്ന് നമുക്ക് വിളിക്കാം. എക്സ്പാൻഷൻ ഓഫ് ഒക്ടറ്റ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ എഫിഷ്യന്റ് മോളിക്യൂൾ, അല്ലെങ്കിൽ ഹൈപ്പർവാലന്റ് മോളിക്യൂൾ. അപ്പൊ ഹൈപ്പോവാലന്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8ൽ താഴെ ഇലക്ട്രോൺ എന്നല്ലേ നമ്മൾ പറഞ്ഞേ? അപ്പൊ ഹൈപ്പർവാലന്റ് എന്തായിരിക്കും മക്കളെ? 8ൽ കൂടുതലായിരിക്കും. ദാ നോക്കിക്കോ. ദാ കോമ്പൗണ്ട് ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ഹാസ് മോർ ദാൻ 8 ഇലക്ട്രോൺ ഇൻ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. സെൻട്രൽ ആറ്റത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, സെൻട്രൽ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8ൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹൈപ്പർവാലന്റ്, എക്സ്റ്റെൻഡഡ് ഒക്ടറ്റ് ഉള്ള ആളുകൾ എന്ന് വിളിക്കാം. എക്സാമ്പിൾ നോക്ക്. PCl4
PCl5 ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്, SF6 സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, IF7 പേര് നമുക്ക് ഹെപ്റ്റാഫ്ലൂറോ അയഡിൻ എന്നോ അല്ലെങ്കിൽ അയഡിൻ ഹെപ്റ്റാഫ്ലൂറൈഡ് എന്നോ പറയാം കേട്ടോ. ഈ പറയുന്ന കോമ്പൗണ്ടുകളിൽ സെൻട്രൽ ആറ്റമായുള്ള ഫോസ്ഫറസ്, സൾഫർ, അയഡിൻ തുടങ്ങിയ ആളുകളെ എടുക്കുവാണെങ്കിൽ 10, 12, 14 ഇലക്ട്രോണുകൾ വീതം നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ ഒറ്റ തിയറിയിൽ പറഞ്ഞ 8 ഇലക്ട്രോൺ എന്നതാ ഇവിടെ 14 ഇലക്ട്രോൺ ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ, PCl5 നിങ്ങൾക്ക് കാണാം. ഫോസ്ഫറസിന് ചുറ്റും എത്ര ഇലക്ട്രോണുകൾ കാണാൻ പറ്റും? 10 ഇലക്ട്രോണുകൾ കാണാൻ പറ്റും മക്കളെ. SF6 നിങ്ങൾക്ക് കാണാം. സൾഫറിന് ചുറ്റും എത്ര ഇലക്ട്രോണുകൾ കാണാൻ പറ്റും? 12 ഇലക്ട്രോണുകൾ കാണാൻ പറ്റും. ഇതുപോലെയുള്ള മറ്റ് എക്സാമ്പിളുകൾ നോക്കിയ മക്കളെ. PCl5 10 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു, SF6 12 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു, IF7 14 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു, SF4 ടെട്രാഫ്ലൂറോ സൾഫർ ടെട്രാഫ്ലൂറൈഡ് 10 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു, XeF4 സെനോൺ ടെട്രാഫ്ലൂറൈഡ് 12 ഇലക്ട്രോൺ എന്ന് നമ്മൾ പറഞ്ഞു. കണ്ടോ, ഈ പറഞ്ഞ എല്ലാ കേസുകളിലും സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8ൽ കൂടുതൽ ഇലക്ട്രോണുകളുണ്ട്. അതുകൊണ്ട് അവര് ഒക്റ്ററ്റ് തിയറി പ്രകാരം സ്റ്റേബിൾ അല്ല. പക്ഷേ ശരിക്കും ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റും നമുക്ക്. സോ ഇത് ഇലക്ട്രോൺ എഫിഷ്യന്റ് മോളിക്യൂള് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾ അല്ലെങ്കിൽ ഹൈപ്പർ വാലന്റ് ആയിട്ടുള്ള മോളിക്യൂളുകൾ നമ്മുടെ ഈ പറയുന്ന ഒക്റ്ററ്റ് തിയറിയുടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ കൂട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത ഓഡ് ഇലക്ട്രോൺ മോളിക്യൂള് ആരാ മക്കളെ? ഓഡ് ഇലക്ട്രോൺ മോളിക്യൂള്. ആരാണ് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ എന്ന് നമ്മൾ പറഞ്ഞുതരാം. ഈ ഇലക്ട്രോണുകൾ പൊതുവെ ജോഡികളായിട്ട് നമ്മൾ കാണുന്ന ആളുകളാണ്, പേറുകളായിട്ട് നമ്മൾ കാണുന്ന ആളുകളാണ്. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ചില ആളുകളുടെ കേസിൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇലക്ട്രോണിന് താല്പര്യം എന്താ? ഇങ്ങനെ ആളുകളുമായിട്ട് കൂട്ടുകൂടി കമ്പനി അടിച്ച് രണ്ടുപേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് ഇലക്ട്രോണിന് താല്പര്യം. പക്ഷേ ചില കേസുകളിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇങ്ങനെ ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അതാ നോക്കിക്കോ, ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ഹാവ് ആൻ അൺപെയർഡ് ഇലക്ട്രോൺ ഓർ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദെയർ ഔട്ടർ മോസ്റ്റ് ഷെല്ല്. 7 ഇലക്ട്രോൺ, 11 ഇലക്ട്രോൺ എന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. NO നൈട്രജൻ മോണോക്സൈഡ്, NO2 നൈട്രജൻ ഡയോക്സൈഡ്, ClO2 തുടങ്ങിയ ആളുകളൊക്കെ എന്താണ്? ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളുകൾക്ക് എക്സാമ്പിൾ ആണ്. എന്താ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ എന്ന് വെച്ചാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഓഡ് നമ്പർ ഇലക്ട്രോണുകളെ കാണാൻ പറ്റും. ഓക്കെ ആണോ? സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഓഡ് നമ്പർ ഇലക്ട്രോണുകളെ കാണാൻ പറ്റും. അവരാണ് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളുകൾ. ഇവരുടെ കേസിൽ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തിനു പറ്റുന്നില്ല? ഒക്റ്ററ്റ് തിയറിക്ക് പറ്റുന്നില്ല. അടുത്ത നോബിൾ ഗ്യാസുകളുടെ കേസ്. നമ്മൾ ഒക്റ്ററ്റ് തിയറി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ കേസായിരുന്നു നോബിൾ ഗ്യാസുകൾ. അവരുടെ കോൺഫിഗറേഷൻ കിട്ടിയാൽ ഇവർ എന്താവും? സ്റ്റേബിൾ ആകും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു. ആ നോബിൾ ഗ്യാസ് തന്നെ ചില കോമ്പൗണ്ടുകൾ ഫോം ചെയ്താലോ ചില റിയാക്ഷനിൽ പങ്കെടുത്താലോ മക്കളെ നോബിൾ ഗ്യാസുകളായിട്ടുള്ള സെനോൺ, ക്രിപ്റ്റോൺ തുടങ്ങിയ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഓക്സിജൻ, ഫ്ലൂറിൻ പോലെ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂടിച്ചേർന്ന് എന്ത് ഫോം ചെയ്യാറുണ്ട്? കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാറുണ്ട്. സം നോബിൾ ഗ്യാസസ് എക്സാമ്പിൾ ഇതാ സെനോൺ, ക്രിപ്റ്റോൺ തുടങ്ങിയ ആളുകളെ ഉള്ളൂ. ഹീലിയം ഒന്നും പറഞ്ഞു കളയരുത്. ഹീലിയം ഒന്നും അങ്ങനെ കോമ്പൗണ്ടേ ഫോം ചെയ്യാറില്ല. അവന്മാർ ആ വഴിക്കേ പോത്തില്ല. ഓക്കെ, ഓൾസോ കമ്പൈൻ വിത്ത് ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ ടു ഫോം എ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ലൈക്ക് XeF2, XeOF2, KrF2, അതുപോലെ തന്നെ XeF4, XeF6, XeO3 തുടങ്ങിയ കോമ്പൗണ്ടുകൾ ഇവർ എന്ത് ചെയ്യാറുണ്ട്? ഫോം ചെയ്യാറുണ്ട്. ഒക്റ്ററ്റ് റൂൾ ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദ ഷേപ്പ് ഓഫ് മോളിക്യൂൾ. അതുപോലെ തന്നെ ഒക്റ്ററ്റ് റൂൾ പ്രകാരം നമുക്ക് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ വേറെ ചില റൂളുകൾ പഠിക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ ഇങ്ങനെ പറയുന്നത്, ഇല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ഈ നോബിൾ ഗ്യാസുകൾ കോമ്പൗണ്ട് എന്തുകൊണ്ട് ഫോം ചെയ്യുന്നു? ഇവര് സ്റ്റേബിൾ അല്ലേ? ഇവർ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ആളുകളല്ലേ? ഇവരെന്തിനാ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? ഇത് പറഞ്ഞു തരാൻ ആർക്ക് പറ്റിയില്ല? ഒക്റ്ററ്റ് തിയറിക്ക് പറ്റിയില്ല. ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ആൻഡ് എനർജി ഓഫ് ദ മോളിക്യൂൾ. ഒക്റ്ററ്റ് തിയറി പ്രകാരം എത്രത്തോളം സ്റ്റെബിലിറ്റി ഒരു മോളിക്യൂളിന് ഉണ്ടെന്നുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ആ ബോണ്ടിന്റെ സ്ട്രെങ്ത് എത്രയാന്ന് പറയാനോ അവരുടെ എനർജി എത്രയാന്ന് പറയാനോ ഒന്നും ആർക്ക് പറ്റത്തില്ല? ഒക്റ്ററ്റ് തിയറിക്ക് പറ്റത്തില്ല. ഇനി ചില സ്പെഷ്യൽ കേസുകൾ പറഞ്ഞു തരാം മക്കളെ. ഡി ബ്ലോക്ക് മെറ്റൽ അയോൺ ജനറലി കണ്ടെയ്ൻ 9 to 17 ഇലക്ട്രോൺ. നമ്മൾ ഡി ബ്ലോക്കിലെ മെറ്റൽ അയോണുകളെ എടുക്കുവാണെങ്കിൽ അവരുടെ അവസാനത്തെ ഷെല്ലിൽ 9 തൊട്ട് 17 ഇലക്ട്രോണുകൾ വരെ കാണാൻ പറ്റും. ദേ ഫോളോ ഒക്റ്ററ്റ് റൂൾ ഇൻ ദെയർ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവർ ഒക്റ്ററ്റ് റൂൾ ഒബേ ചെയ്യുന്ന എപ്പോൾ മാത്രമായിരിക്കും? അവരുടെ
ഏറ്റവും വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ മാത്രമായിരിക്കും. അല്ലാത്തപ്പോഴൊന്നും ഇവർ എന്ത് ചെയ്യാറില്ല, ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാറില്ല. സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ, കാറ്റയോൺസ് വിച്ച് കണ്ടെയ്ൻ 18 ഇലക്ട്രോൺ ഇൻ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. അവസാനത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോണുകളുമായിട്ട് ഇരിക്കുന്ന കാറ്റയോണുകൾ, പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ, ഇവരെന്ത് കാണിക്കാറുണ്ട്, സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കാറുണ്ട്. കണ്ടോ, ദാ ഗാലിയം +3, കോപ്പർ പ്ലസ്, സിൽവർ പ്ലസ്, സിങ്ക് 2+, കാഡ്മിയം +2, ടിന്നിന്റെ +4, കാഡ്മിയത്തിന്റെ +2 തുടങ്ങിയ ആളുകളൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇപ്പൊ പറഞ്ഞ ഒക്ടറ്റ് തിയറിയുടെ ലിമിറ്റേഷനുകളാ, പോരായ്മകളാ. കിട്ടിയോ മക്കളെ? ഓക്കെ അല്ലേ?